അവർ പത്രം വായിക്കാൻ തുടങ്ങി, സ്വയമായി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കൊക്കെ മനസ്സിലായി ഇങ്ങനെയൊക്കെയാണ് സംഭവം. മറ്റു ചിലരാകട്ടെ കൂടപ്പുറക്കാർ കൂടാതെ സ്നേഹിച്ചു, അവരുടെ കൂടെ നിന്നു. എന്നിട്ടും 48 മണിക്കൂറിനുള്ളിൽ 4 ലക്ഷം മാത്രമാണ് കമ്പനിയുടെ അക്കൗണ്ടിൽ വന്നുള്ളൂ. സൗകര്യപൂർവ്വം വലിയൊരു വിഭാഗം ഡാഷ്, ഇവിടെ നിങ്ങൾ പൂരിപ്പിക്കുക, സൗകര്യപൂർവ്വം വലിയൊരു വിഭാഗം കമ്പനിയെ കൈവെടിഞ്ഞു എന്നുള്ളതാണ്. അത് സത്യമല്ലേ? ഈ കമ്പനി പ്രതാപൻ ജയിലിലായി. ഇനിയിപ്പോൾ എത്ര ആൾക്കാരാണ് ജയിലിൽ പോവാന്ന് പറയാൻ പറ്റൂല. എന്നിട്ടും ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പൈസ ഇറക്കുക. എന്തിനാണ് പൈസ എന്നല്ലേ? കേസ് നീട്ടിവെക്കാൻ വേണ്ടിയിട്ട്. ജഡ്ജ് ചീത്ത വിളിക്കുന്നവരെ നീട്ടിവെക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ പൈസ വിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ കപ്പിനും ചുണ്ടിനും ഇടയിലാണ്. അങ്ങനെയൊക്കെ പറയാം. ആർക്കാണ് പറയാം? സ്വപ്നം കാണാൻ അവകാശമില്ലാത്തവരുണ്ടോ ഇവിടെ? എല്ലാവർക്കും സ്വപ്നം കാണാം. ശ്രീകുമാർ സർ വക്കീലിന്റെ അഭിപ്രായ പ്രകാരം നമ്മുടെ കമ്പനി ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരില്ല. അതെ, അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബഡ്സ് ആക്ടിന്റെ പരിധിയിൽ വരില്ല എന്ന്. പക്ഷേ എങ്കിൽ ഇതിനു മുന്നേ ഉള്ള പ്രഗത്ഭരായ വക്കീലൊക്കെ കേസ് ഇട്ടിട്ട് ഓടിയത് ഇത് ബഡ്സിൽ പെടുന്നതാണ്, ഇതിനെ എങ്ങനെയും രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ കേസ് ഇട്ടിട്ട് ഓടിയിരിക്കുന്നത്. നമുക്കറിയാം സുപ്രീം കോടതിയുടെ വക്കീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബിജു വക്കീൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഷാ വക്കീൽ. ഇവരുടെ കുറേ കാലം ഇവരെ നയിച്ചിരുന്നത് ഷാ വക്കീലായിരുന്നു. ഷാ വക്കീലാണ് ഒന്നുമില്ലെങ്കിൽ